സോ ഗായ്സ്, ഇന്ന് നമ്മുടെ ബിഗ് ബോസിലേക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് പുതിയൊരു അതിഥി വരുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ എല്ലാവരുടെയും സ്വന്തം റിയാസ് സലീം. റിയാസ് സലീമിൻ്റെ അങ്ങോട്ട് എൻട്രിക്കാൻ ഓറയും റെനയൊക്കെ കിടന്നങ്ങ് കാറി കൂവുന്ന കണ്ടോ. ഓറയ്ക്കും അതിലേക്കൊക്കെ അത്യാവശ്യം നല്ല സന്തോഷമൊക്കെ തരുന്ന ഒരു കാര്യമാണ്. കാരണം അവരെ സപ്പോർട്ട് ചെയ്യാൻ വേറൊരാളും കൂടെ വന്നെന്നുള്ളൊരു സംഭവമുണ്ട്. ലക്ഷ്മി വീണ്ടും അടുത്തതും കൂടെ കെട്ടിയെടുത്തല്ലോ. കാരണം ഇന്നലെ തൊട്ട് ശോഭ വന്നിട്ട് ലക്ഷ്മി കെട്ടിയിട്ട് കൊട്ടിക്കൊണ്ടിരിക്കുക. ഇനി അടുത്തവൻ്റെ വായി ഇരിക്കുന്ന കേൾക്കണമല്ലോ എന്നും കൂടെ ഓർത്തിട്ട് ലക്ഷ്മിക്ക് ഒരിത്. പക്ഷേ ഇന്നലെ വന്ന ഗസ്റ്റ് ഇല്ലേ, അതായത് നമ്മുടെ ഷിയാസ് കരീമും അതേപോലെ തന്നെ ശോഭയും വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു. അവർ എന്തോന്നൊക്കെയാണോ കാണിച്ചു കൂട്ടുന്നത്. ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മാതിരി ഒന്നും അല്ല അവർ കാണിക്കുന്നത്. നമുക്ക് ഹോട്ടൽ ടാസ്ക് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റേതായ ഒരു ഡീസൻസി, ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ടത്. അതായത് ഒരു 5 സ്റ്റാർ ഹോട്ടൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് അതേപോലെ ചെയ്യണ്ടേ. പക്ഷേ ഇവർ നേരെ തിരിച്ച് മുതലാളിയുടെ മോളെ കൊണ്ടൊക്കെ കൈ തിരുമിക്കുന്നു, അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ. നമ്മുടെ അനീഷിനെ മറ്റേ മേക്കപ്പ് പിടിപ്പിക്കുന്നു, അനുമോളെ പ്രേതത്തിനെ പോലെ മേക്കപ്പ് പിടിപ്പിക്കുന്നു. പിന്നെ അനീഷിനെ മേക്കപ്പ് ഇട്ടതിൻ്റെ ശോഭയ്ക്കിട്ട് ഇന്നലെ നല്ലത് കിട്ടി. ശോഭ ഇന്നലെ രാത്രി കരഞ്ഞുകൊണ്ടാ കടന്നത്. ഇത് നമ്മുടെ അനീഷണ്ണൻ്റെ അടുത്താണ് ശോഭയുടെ കളി. അനീഷണ്ണൻ എന്ത് കൈ കിട്ടുന്നു അത് കണ്ടന്റ് ആക്കും. അത് അതേപോലത്തെ ഒരു ഗെയിമർ. എന്ത് സാധനം കൈ കിട്ടുന്നു അതങ്ങ് കണ്ടന്റ് ആക്കും. അനീഷ് ഇന്നലെ സമരമൊക്കെ ആയിരുന്നു, കഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കാരണം അനീഷിന് 1 സ്റ്റാറേ കൊടുത്തുള്ളൂ. അനീഷിനെ എങ്ങനെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഈ മേക്കപ്പൊക്കെ ഇട്ട് അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷ് അങ്ങ് കയറി അങ്ങ് ഇരുന്ന് പിന്നെ അനങ്ങിയിട്ടില്ല. എത്ര പേര് വന്ന് പറഞ്ഞെന്നറിയോ. അവസാനം 3-3:30 ആയപ്പോഴാണ് എങ്ങനെയോ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് എഴുന്നേറ്റ്. പിന്നെ നമ്മുടെ ശോഭ വിളിച്ചുകൊണ്ട് പോയി. ശോഭയുടെ തെറ്റാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ശോഭ കിടന്ന് കരയാൻ തുടങ്ങി. അതാണ് ഇവരെ ഗെയിം കളിപ്പിക്കാൻ വന്നവരെ കൊണ്ട് അനീഷണ്ണൻ തിരിച്ച് ഗെയിം കളിപ്പിച്ച്. അതാണ് അനീഷ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും റിയാസ് സലീമിനെ അറിയാമെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ നമ്മുടെ റോബിനെയൊക്കെ നിർത്തി പൊരിച്ച ഒരു കണ്ടസ്റ്റൻ്റാണ്. ആദ്യമായിട്ടാണ് ഒരു വൈൽഡ് കാർഡ് ഇത്രയും പെർഫോമൻസ് കാണിക്കുന്നത്. കാരണം റിയാസ് സലീം അത്യാവശ്യം നല്ലപോലെ ഗെയിം കളിച്ചു. കാരണം പേഴ്സണൽ ലൈഫ് എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല. പക്ഷേ ബിഗ് ബോസിൽ വന്നിട്ട് പുള്ളിക്കാരൻ്റെ ഒരു ഗെയിം ഒരു ഒന്നൊന്നര സാധനമായിരുന്നു. ഇതുവരെ ഒരു വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻറ്റും അത്രയും പെർഫോമൻസ് വെച്ചിട്ടില്ല. കാരണം പുള്ളിക്കാരൻ ടോപ്പ് 3-ലെത്തി. എന്തായാലും ഈ തവണ റിയാസ് സലീം വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തായാലും റിയാസ് സലീം വന്നിട്ട് നമ്മുടെ ലക്ഷ്മിക്കിട്ട് 2-3 കൊട്ടുന്നുണ്ട്. റെസ്പെക്റ്റ്ഫുള്ളി സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് കണ്ടറിയാം എത്രത്തോളം കൊടുക്കുമെന്ന് ലക്ഷ്മിക്കിട്ട് കിട്ടണം. അപ്പം നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം റിയാസ് സലീമിനെ പറ്റി? കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക.